Hi everyone, welcome back to my classroom. Today we are going to solve a problem from contract costing. The following figures are supplied to you by the contractor for the year ending 31st December 2018. Work in progress 31st December 2017, that means opening date 85,000. Less cash received from the contractee 55,000. The net amount is 30,000. During the year, wages, material bought, material issued from stores, working expenses, administrative expenses, plant, material returned to supplier, and material returned to stores work certified. Then administrative expenses in the bracket എന്താ കൊടുത്തിട്ടുള്ളത് 250 are chargeable to P&L account. അതും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 1250 ഉള്ളിൽ ഈ ചാർജ് ചെയ്ത് P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യേണ്ടതായിട്ടുള്ള 250 ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ ആ 250 കാണിക്കേണ്ട ആവശ്യമില്ല. ദെൻ കോൺട്രാക്ട് ഫിനിഷ് ചെയ്തത് 22,500. Profit taken upon the contract 11,500. Advance from contractee 40,000. ഇപ്പോൾ കോൺട്രാക്റ്റിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് 40,000 കിട്ടിയിട്ടുണ്ട്. 22,500 രൂപയുടെ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ഇതുവരെയുള്ള ഈ കോൺട്രാക്റ്റ് ബേസിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് 11,500. പ്രിപ്പയർ കോൺട്രാക്റ്റ് ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് ദ ടോട്ടൽ കോൺട്രാക്റ്റ് അക്കൗണ്ട് ആൻഡ് ഷോ ദ വർക്ക് ഇൻ പ്രോഗ്രസ് ആസ് ഇറ്റ് വുഡ് അപ്പിയർ ഇൻ ബാലൻസ് ഷീറ്റ്. കോൺട്രാക്റ്റ് അക്കൗണ്ട് വേണം, കോൺട്രാക്റ്റി അക്കൗണ്ട് വേണം, ബാലൻസ് ഷീറ്റിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെ കാണിക്കാമെന്ന് വേണം. ഇവിടെ സാധാരണ തരുന്ന ഇൻഫർമേഷൻ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെയുള്ള കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് 22,500 തന്നിട്ടുണ്ട്. അതുപോലെ ഈ എല്ലാ ഇൻഫർമേഷൻസും, അതായത് നമുക്ക് ഒരുവിധം കുറേ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് മിസ്സിങ്, ഏത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണേ എന്നുള്ള കാര്യത്തിൽ സാധാരണ ചെയ്തതുപോലെയല്ല ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്ന ഇൻഫർമേഷൻസ് ആദ്യം എന്ത് ചെയ്യണം, എല്ലാ ഇൻഫർമേഷൻസും എവിടെയാണോ വരിക അതവിടെ എൻട്രി ചെയ്യുക, ആദ്യം അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ, മെറ്റീരിയൽ ബോട്ട്, അതുപോലെ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തൊക്കെ നമ്മൾ വർക്കിംഗ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് അതൊക്കെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ചെയ്യും. അതുപോലെ പ്ലാന്റും മെറ്റീരിയൽ റിട്ടേൺ ചെയ്തതും മെറ്റീരിയൽ റിട്ടേൺ ചെയ്ത് രണ്ട് തരത്തിൽ പറയുന്നുണ്ട്, സപ്ലയർക്കും അതുപോലെ സ്റ്റോഴ്സിലേക്കും. അതൊക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യണം. അപ്പോൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിംഗ് ഡേറ്റിന് നമുക്ക് തന്നിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞിട്ട് 85,000 നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ്. ടോട്ടൽ ഓപ്പണിംഗ് ഡേറ്റിന് എന്താണോ തന്നിട്ടുള്ളത് അത് ഫുൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ഡേറ്റിന് ഫുൾ എമൗണ്ട് കാണിക്കണം, 85,000. ദെൻ മെറ്റീരിയൽ ടു മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ് എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം. മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളത് 6,000 മെറ്റീരിയലാണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ. അതിൽ സ്റ്റോഴ്സിൽ നിന്നും റിട്ടേൺ ചെയ്ത മെറ്റീരിയൽ നോക്കൂ, മെറ്റീരിയൽ വാങ്ങിയത് 6,000, പിന്നെ മെറ്റീരിയൽ സ്റ്റോഴ്സിൽ നിന്നും നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 10,500. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്, 10,500ഉം 6,000 ഈ രണ്ട് എമൗണ്ടും കൂടെ ചേർത്തിട്ട് വേണം കാണിക്കാൻ. ഓക്കെ, അപ്പോൾ നോക്കിയേ, വർക്ക് ഇൻ പ്രോഗ്രസ്സിന് ശേഷം മെറ്റീരിയൽ സ്റ്റോഴ്സിൽ നിന്ന് വന്നതും കൂടെ ചേർത്ത് ടോട്ടൽ എമൗണ്ടാണ് എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? വേജസ് തന്ന എമൗണ്ട് എഴുതുക. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എഴുതുമ്പോൾ 250 മാറ്റിയിട്ട് ബാക്കി 1,000 എഴുതിയാൽ മതിയാവും. വർക്കിംഗ് എക്സ്പെൻസസ് എഴുതണം. പ്ലാന്റ് 2,500 അതും എഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. ഈ 11,500 എന്ത് ചെയ്യുക, പ്രോഫിറ്റായിട്ട് നമുക്കിവിടെ കാണിക്കാം, കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ കാണിക്കാം. അപ്പോൾ ഈ ഡെബിറ്റ് സൈഡിൽ തന്നിട്ടുള്ള ഈ എല്ലാ ഐറ്റംസും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ പ്രോഫിറ്റാണ് കണ്ടുപിടിക്കാറ് അല്ലേ. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് ഏതൊക്കെ ഐറ്റംസ് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള, മെറ്റീരിയൽ റിട്ടേൺ ചെയ്തത് എഴുതണ്ടേ, 450. അതുപോലെ സ്റ്റോഴ്സിൽ നിന്ന് റിട്ടേൺ ചെയ്തത് 550. പിന്നെ ഇതുവരെ ഉള്ള കോൺട്രാക്റ്റ് അക്കൗണ്ട്, ഇതുവരെയുള്ള കോൺട്രാക്റ്റ് അക്കൗണ്ട് കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്തത് എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 22,500 കോൺട്രാക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺട്രാക്റ്റി അക്കൗണ്ട് ഫോർ ദ കോൺട്രാക്റ്റ് ഫിനിഷ്ഡ് 22,500. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും ആണ് നമ്മൾ സാധാരണ കാണിക്കുക അല്ലേ. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് നമുക്ക് തന്നിട്ടുണ്ടോ നോക്കുക. ക്വസ്റ്റ്യനിൽ വർക്ക് സർട്ടിഫൈഡ്
ഇതാ ലാസ്റ്റ് 15,000 തന്നിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ വർക്ക് സർട്ടിഫൈഡ് നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ 15,000 കാണിക്കുക. ഇത്രയും ഐറ്റംസാണ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 1,26,500 കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് മെറ്റീരിയൽ റിട്ടേൺ ചെയ്തത്, മെറ്റീരിയൽ സ്റ്റോഴ്സിന് റിട്ടേൺ ചെയ്ത് സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ ചെയ്തത്, പിന്നെ ഫിനിഷ് ചെയ്ത കോൺട്രാക്റ്റ് പ്രൈസ്, വർക്ക് സർട്ടിഫൈഡ്, ഇതെല്ലാം ലെസ് ചെയ്യുമ്പോഴും ഇത്രയും എമൗണ്ട് ബാലൻസ് ഉണ്ട്. 88,000 ബാലൻസ് ഉണ്ട്. അതെന്താണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്? വർക്ക് അൺസർട്ടിഫൈഡ്. ഓക്കെ, അത് വർക്ക് അൺസർട്ടിഫൈഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. സാധാരണ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരാറ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വന്നേക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ്, അത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത്. താഴെ എന്താ എഴുതിയിട്ടുള്ളത് നോക്കൂ. ആസ് പ്രോഫിറ്റ് ടേക്കൺ ക്രെഡിറ്റ് ഓഫ് ഈസ് ഓൾറെഡി ഗിവൺ, ദ ബാലൻസിങ് ഫിഗർ ഹാസ് ബീൻ ടേക്കൺ ആസ് വാല്യൂ ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. പ്രോഫിറ്റ് ഓൾറെഡി നമ്മളിവിടെ എഴുതിയത് കൊണ്ട് ബാലൻസിങ് ഫിഗർ നമ്മൾ വർക്ക് അൺസർട്ടിഫൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി കോൺട്രാക്റ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഓപ്പണിംഗ് ഡേറ്റിന് എത്ര രൂപ റിസീവ് ചെയ്തിട്ടുണ്ട്? കോൺട്രാക്റ്റിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് റിസീവ്ഡ് ഫ്രം കോൺട്രാക്റ്റി കണ്ടോ 55,000. ഇനി കോൺട്രാക്റ്റി അക്കൗണ്ട് എടുക്കുക. ബാലൻസിങ് ഫിഗറായിട്ട് കഴിഞ്ഞ സമയത്ത് വാങ്ങി, ഇതാണ് ഓപ്പൺ ഡേറ്റിന് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 55,000 ബാലൻസിങ് ഫിഗറായിട്ട് അവിടെ കിടക്കുന്നുണ്ട് കോൺട്രാക്റ്റിയുടെ അക്കൗണ്ടിലേക്ക്. കോൺട്രാക്റ്റി നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇനി ബൈ ക്യാഷ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ പ്രാവശ്യം കോൺട്രാക്റ്റി നമുക്ക് തന്നിട്ടുള്ളത് 40,000 ആണ്. അതെവിടെ നിന്നാണ് കിട്ടിയേ? ക്വസ്റ്റ്യനിൽ നമുക്ക് പറയുന്നുണ്ട് അഡ്വാൻസ് ഫ്രം കോൺട്രാക്റ്റി. കണ്ടോ, അഡ്വാൻസ് ഫ്രം കോൺട്രാക്റ്റി 40,000. അത് നമ്മൾ എന്തെഴുതി? അതും എഴുതി. അപ്പോൾ ഓൾറെഡി കിട്ടിയ 55,000ഉം ഇപ്രാവശ്യം അഡ്വാൻസ് കിട്ടിയ 40,000ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 95,000 നമുക്ക് കോൺട്രാക്റ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എത്ര ഇവിടെ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്? 22,500. അപ്പോൾ ടു കോൺട്രാക്റ്റ് അക്കൗണ്ട് 22,500. ബാക്കി എത്ര ഉണ്ടാവും? 95,000 നിന്ന് ഈ 22,500 ലെസ് ചെയ്യുമ്പോൾ ബാക്കി 72,500 ഉണ്ടാവും കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ. ഓക്കെ അല്ലേ? ഇനി ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കേണ്ടത്? വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കുമ്പോൾ വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുക. റിസർവിലേക്ക് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലെസ് ചെയ്യണം. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.